ഹായ് ഹോൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ റംസാന് ഫ്രീസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ രണ്ട് ഫില്ലിംഗ് ആണ് റെഡിയാക്കുന്നത്. അതിനുവേണ്ടി ആദ്യം ഒരു ഫില്ലിംഗ് റെഡിയാക്കാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച് സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴന്ന് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മൂടി വെച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചില്ലി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചില്ലി പേസ്റ്റിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ചെറിയ പീസാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കനും സവാളയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് ഫില്ലിംഗ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ഫില്ലിംഗ് റെഡിയാക്കാം. അത് വെജിറ്റബിളിൻ്റെ ഫില്ലിംഗ് ആണ് നമ്മൾ റെഡിയാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ വേറെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചെറിയ ചെറിയ പീസാക്കി വെച്ച പച്ചക്കറികൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തത് ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ്, സവാള, ഇതൊക്കെ നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചതാണ്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് കുക്കാകാൻ കുറച്ച് ടൈം എടുക്കും. അത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് കൊടുക്കാം. അതിൽ നമുക്ക് അടുത്ത് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചില്ലി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് പച്ചക്കറിയിൽ കുറച്ച് എരിവ് അധികമാണ് ഇഷ്ടം, അതുകൊണ്ട് കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ പുതിർത്തി വെച്ചിട്ട് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് കടല ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആഡ് ചെയ്യുന്ന വീഡിയോ മിസ്സായിപ്പോയി. നമ്മൾ ഈ പച്ചക്കറിയിലേക്ക് ഓൾറെഡി വേവിച്ച് വെച്ച ഗ്രീൻ പീസ് കടലയാണ്. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബ്ലാക്ക് പെപ്പറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായിട്ട് നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ഫില്ല് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ എടുത്തത് സമൂസ ഷീറ്റാണ്. ഈ ഷീറ്റിനെ കൊണ്ടാണ് നമ്മൾ ഈ രണ്ട് ഫില്ലിങ്ങും റെഡിയാക്കിയിട്ട് പല മോഡലിൽ കടി ഉണ്ടാക്കുന്നത്. ഇതാണ് നമ്മൾ ഫ്രീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ചിക്കൻ്റെ മസാല എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി മൈദ പേസ്റ്റ് രൂപത്തിലാക്കിയെടുത്താണ്. നമ്മൾ ഓരോ ഷീറ്റ് എടുത്തിട്ട് നമുക്ക് ഇനി നമ്മുടെ ഇഷ്ടത്തിന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ നമുക്ക് മസാല വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മൈദ പേസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഒട്ടിക്കോളും. പിന്നെ ഇതുപോലെ റോൾ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന കുറച്ച് ഭാഗമില്ലേ അത് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്ക് വശത്ത് ഇനിയും മൈദ പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ബാക്കിയുള്ള കുറച്ച് ഷീറ്റൊക്കെ ഇതുപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചധികം തന്നെ ആക്കിയിട്ട് നമുക്ക് ബോക്സിൽ നന്നായിട്ട് കവർ ചെയ്തിട്ട് നമ്മൾ എയറൊന്നും കയറാത്ത രീതിയിലാക്കിയിട്ട് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം. അങ്ങനെ റോൾ ഇവിടെ റെഡിയായി. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ സെക്കൻഡ് ഫില്ലിംഗ് ആയിട്ട് റെഡിയാക്കി വെച്ച വെജിറ്റബിളിൻ്റെ മസാലേനെ കൊണ്ടാണ്. അത് നമുക്കൊരു ബോക്സ് രൂപത്തിലാണ് ആക്കിയെടുക്കുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ 2 ഷീറ്റാണ് എടുക്കുന്നത്. ഒരു ഷീറ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മറ്റൊരു ഷീറ്റ് ക്രോസ് ആയിട്ട് വെച്ചിട്ട് സെൻറ്ററിൽ ഫില്ലിംഗ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് വെച്ചതിന് ശേഷം 4 സൈഡും ഇതുപോലെ നമുക്ക് നന്നായിട്ട് മൈദ പേസ്റ്റ് ആക്കിയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 4 സൈഡും നമുക്ക് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ബോക്സ് രൂപത്തിൽ കിട്ടും. അങ്ങനെ നമ്മളെ വെജിറ്റബിൾ ബോക്സും കൂടി റെഡിയായി കഴിഞ്ഞു. ഇത് കുറച്ച് വലിയൊരു ബോക്സ് അല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ മിനി ഐറ്റംസും കൂടി ഉണ്ടാക്കാം. ഈ സെയിം ഫില്ലിംഗ് വെച്ചിട്ടാണ് ഇതിൻ്റെ മിനി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതിന് വേണ്ടി ഇതുപോലെ ഒരു ഷീറ്റ് എടുത്തതിന് ശേഷം ക്രോസ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 4 പീസായിട്ട് കിട്ടും. നമുക്ക് ഒരു ഷീറ്റ് എടുത്തിട്ട് 4 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. 4 പീസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഷീറ്റ് വെച്ചിട്ട് ഇതുപോലെ ക്രോസ് ചെയ്ത് വെച്ചതിന് ശേഷം സെൻറ്ററിൽ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. പിന്നെ 4 സൈഡും നമുക്ക് മൈദ പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം.
നേരത്തെ ആക്കിയ സെയിം തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നമുക്കൊന്ന് ജസ്റ്റ് വായിൽ ഒന്ന് എടുത്തിടാമെന്നില്ലേ രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന ടൈം നമ്മൾ അമ്മായി വന്നിട്ടുണ്ടായിന്. അപ്പോൾ വയറ് കാണലിന് അമ്മായി വന്നിട്ടുണ്ടായി. നമ്മളിവിടെ 7 കാണാൻ വരുന്നതെന്നാണ് പറയുക കേട്ടോ. അപ്പോൾ 7 കാണാൻ അമ്മായി വന്നിട്ട് സ്നാക്സും പിന്നെ നമ്മളെ കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള മുട്ടമാലയും കൊണ്ട് വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചത്. ഇത് കുറച്ച് അധികം തന്നെ നമുക്ക് ഉണ്ടാക്കിയതിന് ശേഷം നന്നായിട്ട് ബോക്സിൽ കവർ ചെയ്തിട്ട് ഫ്രീസറിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ കടിയൊക്കെ അമ്മായി വന്നതല്ല, അപ്പോൾ അമ്മായിക്ക് ഇതൊക്കെ ഒന്ന് പൊരിച്ചിട്ട് അമ്മായിക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.